വൃക്കരോഗങ്ങളുടെ കേസുകൾ വർദ്ധിച്ചു വരുന്നതിനാൽ പ്രത്യേകിച്ച് ജീവിതശൈലി ശീലങ്ങൾ കാരണം പ്രതിരോധത്തെക്കുറിച്ചും നേരത്തെയുള്ള രോഗനിർണയത്തെക്കുറിച്ചും അവബോധം പ്രചരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് കണ്ണൂരിൽ നിന്ന് പ്രശസ്തനായ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ഷബീൻ കുമാർ ടി ആണ്. ഡോക്ടർ, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് കിഡ്നി ഹെൽത്തിനെ ബാധിക്കുന്നത്? ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിൽ എല്ലാം നമ്മുടെ മൊബൈലിലാണ് നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ കഴിച്ചു കൂടുന്നത്. എല്ലാത്തിനും ആപ്പുകളുണ്ട്. അപ്പൊ നമ്മൾ യൂഷ്വലി സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് നമ്മൾ കൂടുതലും ഇപ്പം ഫോളോ ചെയ്യുന്നത്. അതുവഴി നമ്മുടെ വെയിറ്റ് കൂടുന്നു, ഒബീസിറ്റി വരുന്നു. ഇതെല്ലാം നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യത്തിനെ നമ്മൾ മോശമായിട്ട് ബാധിക്കുന്നു. പിന്നെ നമ്മളെ ഫുഡ് ഹാബിറ്റ്സ്, യൂഷ്വലി നമ്മൾ പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ പുറത്തുള്ള റെഡിമെയ്ഡ് ഫുഡുകളാണ് യൂഷ്വലി കഴിക്കാറ്. എക്സാമ്പിൾ ഈ പിസ്സ അല്ലെങ്കിൽ ബർഗർ, ഇതൊക്കെ നമ്മുടെ കിഡ്നിന്റെ അസുഖത്തിന് ഒരു കാരണമാകുന്നു. പിന്നെ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, നമ്മുടെ ഈ ദുശീലങ്ങളും വളരെ കാരണമാകുന്നു. ഡോക്ടർ, കിഡ്നി ഡിസീസിന്റെ നേരത്തെയുള്ള രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കിഡ്നി ഡിസീസ് മറ്റുള്ള അവയവത്തിനെ പോലെ നമുക്ക് ആദ്യം തന്നെ വലിയൊരു ലക്ഷണങ്ങളൊന്നും കാണാൻ കഴിയാറില്ല. എന്നാലും അതിന്റെ ഏർലി സ്റ്റേജസിൽ ഒരു ചെറിയൊരു ക്ഷീണം, അല്ലെങ്കിൽ കാലിന് നീര്, കണ്ണിന് ചുറ്റും നീര്, അല്ലെങ്കിൽ മൂത്രത്തിൽ പത, പിന്നെ ചില ആൾക്കാർക്ക് മസിൽ ക്രാംസ്, അതായത് മസിൽ പിടുത്തം ഉണ്ടാവാറുണ്ട്. പിന്നെ BP കുറച്ച് വളരെ അധികം കൂടി കാണാറുണ്ട് ചില ആൾക്കാർക്ക്. പിന്നെ അഡ്വാൻസ് ആയിട്ട് ഈ അസുഖം മൂർജിക്കുമ്പോൾ നമുക്ക് നീര് കൂടിയിട്ട് ശ്വാസം മുട്ടൽ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് കാണാവുന്ന ലക്ഷണങ്ങൾ. ഡോക്ടർ, ആർക്കെങ്കിലും കിഡ്നി ഡിസീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? കിഡ്നി അസുഖം വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കണം. കാരണങ്ങൾ കണ്ടുപിടിച്ച് കിഡ്നി അസുഖത്തിന്റെ സ്റ്റേജുകളുണ്ട്, 5 സ്റ്റേജായി. അപ്പൊ 5 സ്റ്റേജായി തിരിക്കണം. ആ സ്റ്റേജിനെ ഡിപ്പെൻഡന്റ് ആയിരിക്കും പിന്നെ നമ്മളുടെ ട്രീറ്റ്മെന്റിന്റെ ഡ്രഗ് ഡോസേജും പിന്നെ ഡ്രഗ്സും ഒക്കെ കൊടുക്കുന്നത്. ഇപ്പൊ യൂഷ്വലി നമ്മൾ കാണാറ് ഈ ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിൽ ഷുഗർ നല്ലോണം കൺട്രോൾ ചെയ്യണം. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കുറച്ചൊന്ന് കുറക്കാൻ പറയാറുണ്ട്. പിന്നെ പൊട്ടാഷ്യം അല്ലെങ്കിൽ ഫോസ്ഫറസ് അടങ്ങിയ ലവണങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കുറക്കാൻ പറയാറുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് കാണാവുന്ന ലക്ഷണങ്ങൾ. ഡോക്ടർ, ഏറ്റവും കോമൺ ആയിട്ടുള്ള കിഡ്നി പ്രോബ്ലം എന്താണ്? ഡയബറ്റിക് കിഡ്നി ഡിസീസ്, അതായത് പ്രമേഹ രോഗം കൊണ്ട് ഉണ്ടാവുന്ന കിഡ്നി അസുഖമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യയിലും പിന്നെ കേരളത്തിലും കണ്ടുവരുന്നത്. പിന്നെ ഹൈപ്പർ ടെൻഷൻ കൊണ്ട് ഉണ്ടാവുന്നത്, അതിന് ഹൈപ്പർടെൻസീവ് നെഫ്രോസ്ക്ലെറോസിസ് എന്ന് പറയും. പിന്നെ പാടകൾക്ക് ഉണ്ടാവുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് ഗ്ലോമറുല നെഫ്രൈറ്റിസ് എന്ന് പറയും. പിന്നെ നമ്മൾ NSAIDs അല്ലെങ്കിൽ വേദന സംഹാരികൾ അല്ലെങ്കിൽ ആയുർവേദം പച്ചമരുന്നുകൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ കിഡ്നീന്റെ ആരോഗ്യത്തെ ബാധിക്കാറുണ്ട്. പിന്നെ ജനിതകമായ അസുഖങ്ങളായ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്, ഇടയ്ക്കിടെ കിഡ്നി സ്റ്റോണുകളും നമ്മൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഡോക്ടർ, വേൾഡ് കിഡ്നി ഡേയോടനുബന്ധിച്ച് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? വയസ്സായ ആൾക്കാർക്കും അല്ലെങ്കിൽ അഡൽട്ട് ഉള്ള ആൾക്കാർക്കും ഒരു പ്രൊആക്റ്റീവ് സ്റ്റെപ്സ് എടുക്കണം നമ്മൾ ടു പ്രിവെന്റ് ദി കിഡ്നി ഡിസീസ്. പിന്നെ നമ്മൾ തന്നെ റിസ്ക് കണ്ടെത്തണം. അതായത് ഇപ്പം ബ്ലഡ് ഷുഗർ ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ BP ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യണം. പിന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ ഒന്ന് ഫോളോ ചെയ്യണം നമ്മുടെ ലൈഫിൽ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടറുമായിട്ട് റെഗുലർ ചെക്കപ്പ് അല്ലെങ്കിൽ റെഗുലർ ഫോളോ അപ്പ് ചെയ്യണം. പിന്നെ നമുക്ക് അറിയുന്ന വിവരങ്ങൾ നമ്മളെ അറിയുന്ന സുഹൃത്തുക്കളും അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളിൽ മാക്സിമം പറഞ്ഞു കൊടുക്കുക. ഡോക്ടർ, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് കിഡ്നി ഹെൽത്തിനെ ബാധിക്കുന്നത്? ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിൽ എല്ലാം നമ്മുടെ മൊബൈലിലാണ് നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ കഴിച്ചു കൂടുന്നത്. എല്ലാത്തിനും ആപ്പുകളുണ്ട്. അപ്പൊ നമ്മൾ യൂഷ്വലി സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് നമ്മൾ കൂടുതലും ഇപ്പം ഫോളോ ചെയ്യുന്നത്. അതുവഴി നമ്മുടെ വെയിറ്റ് കൂടുന്നു, ഒബീസിറ്റി വരുന്നു. ഇതെല്ലാം നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യത്തിനെ നമ്മൾ മോശമായിട്ട് ബാധിക്കുന്നു. പിന്നെ നമ്മളെ ഫുഡ് ഹാബിറ്റ്സ്, യൂഷ്വലി നമ്മൾ പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ പുറത്തുള്ള റെഡിമെയ്ഡ് ഫുഡുകളാണ് യൂഷ്വലി കഴിക്കാറ്. എക്സാമ്പിൾ ഈ പിസ്സ അല്ലെങ്കിൽ ബർഗർ, ഇതൊക്കെ നമ്മുടെ കിഡ്നിന്റെ അസുഖത്തിന് ഒരു കാരണമാകുന്നു. പിന്നെ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, നമ്മുടെ ഈ ദുശീലങ്ങളും വളരെ കാരണമാകുന്നു. ഡോക്ടർ, കിഡ്നി ഡിസീസിന്റെ നേരത്തെയുള്ള രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കിഡ്നി ഡിസീസ് മറ്റുള്ള അവയവത്തിനെ പോലെ നമുക്ക് ആദ്യം തന്നെ വലിയൊരു ലക്ഷണങ്ങളൊന്നും കാണാൻ കഴിയാറില്ല. എന്നാലും അതിന്റെ ഏർലി സ്റ്റേജസിൽ ഒരു ചെറിയൊരു ക്ഷീണം, അല്ലെങ്കിൽ കാലിന് നീര്, കണ്ണിന് ചുറ്റും നീര്, അല്ലെങ്കിൽ മൂത്രത്തിൽ പത, പിന്നെ ചില ആൾക്കാർക്ക് മസിൽ ക്രാംസ്, അതായത് മസിൽ പിടുത്തം ഉണ്ടാവാറുണ്ട്. പിന്നെ BP കുറച്ച് വളരെ അധികം കൂടി കാണാറുണ്ട് ചില ആൾക്കാർക്ക്. പിന്നെ അഡ്വാൻസ് ആയിട്ട് ഈ അസുഖം മൂർജിക്കുമ്പോൾ നമുക്ക് നീര് കൂടിയിട്ട് ശ്വാസം മുട്ടൽ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് കാണാവുന്ന
ഒക്കെ ലക്ഷണങ്ങൾ. ഡോക്ടർ, ആർക്കെങ്കിലും കിഡ്നി ഡിസീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? കിഡ്നി അസുഖം വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കണം. കാരണങ്ങൾ കണ്ടുപിടിച്ച് കിഡ്നി അസുഖത്തിന്റെ സ്റ്റേജുകളുണ്ട്, 5 സ്റ്റേജായി. അപ്പൊ 5 സ്റ്റേജായി തിരിക്കണം. ആ സ്റ്റേജിനെ ഡിപ്പെൻഡന്റ് ആയിരിക്കും പിന്നെ നമ്മളുടെ ട്രീറ്റ്മെന്റിന്റെ ഡ്രഗ് ഡോസേജും പിന്നെ ഡ്രഗ്സും ഒക്കെ കൊടുക്കുന്നത്. ഇപ്പൊ യൂഷ്വലി നമ്മൾ കാണാറ് ഈ ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിൽ ഷുഗർ നല്ലോണം കൺട്രോൾ ചെയ്യണം. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കുറച്ചൊന്ന് കുറക്കാൻ പറയാറുണ്ട്. പിന്നെ പൊട്ടാഷ്യം അല്ലെങ്കിൽ ഫോസ്ഫറസ് അടങ്ങിയ ലവണങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കുറക്കാൻ പറയാറുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് കാണാവുന്ന ഒക്കെ ലക്ഷണങ്ങൾ. A public awareness initiative from the makers of Zeblong and Zeblong Tea.